എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ പുതുതായി 4 ജില്ലകൾ കൂടി കേരളത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇനി മുതൽ 14 ആയിരിക്കില്ല, 18 ജില്ലകളാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചിട്ടാണ് പുതിയ ജില്ലകൾ ഉണ്ടാക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിലപ്പോൾ മലപ്പുറം വിഭജിക്കുമായിരിക്കും, ചിലപ്പോൾ എറണാകുളം വിഭജിക്കുമായിരിക്കും, അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരട്ടെ. അപ്പോൾ ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിനെ കേന്ദ്രഭരണ പ്രദേശം ആക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ VHP ആണ് ഒഫീഷ്യലായിട്ട് ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മലബാറിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ സുരക്ഷയുമായി മുൻനിർത്തി കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഈ കേരളത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് കുറച്ച് നാളുകൾ മുന്നേ, അതായത് ഏകദേശം 4-5 വർഷം മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് നമ്മുടെ സുരക്ഷ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഭാരതം വലിയ രീതിയിലുള്ള ഒരു ത്രെട്ട് നേരിടുന്നത് ഈ കടലിലുള്ള പ്രശ്നമാണ്. അതായത് ഏത് നിമിഷവും നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കേരളവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ആലോചന കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലബാർ കേന്ദ്രീകരിച്ച്, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറമൊക്കെ കേന്ദ്രീകരിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശം വരുന്നു. മലപ്പുറം അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് ഒരു പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത് അനൗദ്യോഗികമായി വന്ന ഒരു റിപ്പോർട്ടാണ്. പക്ഷേ ഇതിന് കേരള സർക്കാർ, അതായത് കേരള മുഖ്യമന്ത്രി VD സതീശനടക്കം അതിന് താല്പര്യം ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നതെന്നില്ല, അതിൻ്റെ ആധികാരികത പുറത്തു വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ മലബാർ എന്ന് പറയുന്ന ഒരു കേന്ദ്രപ്രദേശം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരിക്കും. കാരണം വെച്ചാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ ഒരു ഏരിയ. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇതുമായി മുന്നോട്ട് പോകാൻ നല്ല താല്പര്യമുണ്ട്. ചിലപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പുതുതായി അധികാരം ഏറ്റെടുത്ത കേരള മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദിയെ കണ്ടു. അപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എല്ലാം അംഗീകരിച്ചു കൊടുത്തു. ആ സമയത്ത് അമിത്ഷായുമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമിത്ഷാ സാധാരണ സ്വന്തം വീട്ടിൽ വെച്ച് ആരും അങ്ങനെ കാണാറില്ല. പക്ഷേ VD സതീശനെ കണ്ടത് അമിത്ഷായുടെ സ്വന്തം വീട്ടിൽ വെച്ചാണ്. സാധാരണ അമിത്ഷാ കാണുന്നത് എല്ലാവരും ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അമിത്ഷാ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാർ സംശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം ഈ മലബാറിന് ഇത്രയധികം ഒരു പ്രാധാന്യം നൽകുന്നത്? അതായത് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ അപ്പോൾ കോഴിക്കോട് വെച്ച് കാസർഗോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ നീണ്ടു കിടക്കുന്ന എന്താ പറയണ്ടേ ഒരു കടൽ തീരം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ പുതുതായിട്ട് ഇന്ത്യ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന കടലിലൂടെയാണ്. അപ്പോൾ ഇത്തരം ഒരു ഏരിയ കേന്ദ്ര സർക്കാർ അണ്ടറിൽ ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ നിന്ന് അടുത്താണ് ലക്ഷദ്വീപ്. അപ്പോൾ ഈ ലക്ഷദ്വീപിലൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ അവിടെ ഇടപെടുന്നു, ടൂറിസം വികസിപ്പിക്കുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ ആർമിയുടെ, എയർഫോഴ്സിൻ്റെ, നേവിയുടെയൊക്കെ വലിയ യൂണിറ്റ് അവിടെ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനടുത്ത് കിടക്കുന്ന ഈ മലബാർ ഏരിയയും കൂടി അവരുടെ ഒരു ടെറിട്ടറിയിൽ വരികയാണെങ്കിൽ, ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുവാണെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ അതിൽ വരുവാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലുള്ള കാര്യം മാത്രമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ മലബാർ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ എന്ന് പറയപ്പെടുന്ന ചില സംഘടനകൾക്ക്, ഒരുപാട് സംഘടനകൾക്ക് അത്ര യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ മലബാർ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ മലബാർ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ IS പോയ ആൾക്കാർ വന്നിരിക്കുന്നത് ഈ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഏരിയകളിൽ നിന്നാണ്. ഈ മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ റാഡിക്കലൈസ്ഡ് ആയ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ള ഒരു തോട്ട് കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ഈ സുരക്ഷയ്ക്ക് ഭീഷണി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം തന്ത്രപ്രധാനമായ ഏരിയയിലൊക്കെ ഇത്തരം തീവ്രവാദ യൂണിറ്റുകൾ, മൊഡ്യൂൾസ് ഉണ്ടാകുന്നത് അത് സുരക്ഷാ സംവിധാനത്തിന് ഭീഷണിയാകും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചിലപ്പോൾ പുതിയ മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ആ സമയത്ത് അമിത്ഷായെ കണ്ട സമയത്തൊക്കെ ചില ഇത്തരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലും ഇത്തരം കാര്യങ്ങൾ, അതായത് മലബാർ കേന്ദ്ര യൂണിയൻ ടെറിട്ടറി ആക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാലും ഈ മലബാറിൽ ഇവിടെ ജില്ല വിഭജിക്കണം എന്തുകൊണ്ടാണ് പറയുന്നത്? ജില്ല വിഭജിച്ചാൽ വികസനം ഉണ്ടാകും എന്നാണ് ഈ പുതിയ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് തിരൂർ ഒരു പുതിയ ജില്ലയാക്കണം എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗ് അടക്കം പറയുന്നത്. പക്ഷേ അവിടെ എന്താണ് പ്രശ്നം? ജില്ല വികസിച്ചാൽ ഒരിക്കലും ഒരു വികസനം വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മുമ്പ് ഇടുക്കി ജില്ല എറണാകുളം വിഭജിച്ച് ഇടുക്കിയാക്കിയപ്പോൾ ഇടുക്കി ജില്ലയിൽ എന്ത് വികസനമാണ് അവിടെ വന്നത്? അവിടെയുള്ള ടൂറിസം പോലും മര്യാദയ്ക്ക് സർക്കാരിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്നും
പുതിയ ജില്ല ഉണ്ടായി കഴിഞ്ഞാൽ വികസനം ഉണ്ടാകുമെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ആകെ ഉണ്ടാകുന്ന എന്താണ്, ഒരു പുതിയ കളക്ടറേറ്റ് ഓഫീസ് വരും, ഒരു പുതിയ കളക്ടർ വരും, ഡെപ്യൂട്ടി കളക്ടർ വരും, റവന്യൂ കളക്ടർ വരും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ തലത്തിൽ ഒരു എക്സ്പാൻഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ജില്ല കേന്ദ്രീകരിച്ച് പുതിയ ജില്ല ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു വികസനവും വരുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മലബാർ കേന്ദ്രീകരിച്ച് മലബാർ ഒരു കേന്ദ്രഭരണ പ്രദേശമായി കഴിഞ്ഞാൽ സമ്പൂർണ്ണ വികസനം കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും അത്. പിന്നെ നേരെ മറിച്ച് ഈ മലബാറിന് ഇത്രയധികം ഒരു വികസനത്തിൽ നിന്ന് പുറകോട്ട് നിൽക്കാൻ എന്താണ് കാരണം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ വന്നൊരു സ്ഥലമാണ് ഈ മലബാർ. അതായത് പിണറായി വിജയൻ, കെ കരുണാകരൻ, നായനാർ, CH മുഹമ്മദ് കോയ, പിന്നെ കരുണാകരൻ, ഇവരൊക്കെ എന്താ പറയേണ്ടത് മുഖ്യമന്ത്രിയായിട്ട് വന്ന സ്ഥലമാണ് മലബാർ. പിന്നെ അതുമാത്രമല്ല ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ കിട്ടിയിരിക്കുന്നത് മലബാർ ഏരിയയിൽ നിന്നാണ്. ഇപ്പോഴും 5 മന്ത്രിമാരാണ് ഇവിടുന്ന് മലപ്പുറത്തുനിന്നുള്ളത്. രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കി ഏറ്റവും കൂടുതൽ മന്ത്രിമാർ വന്നത് ഈ മലബാർ ഏരിയയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയധികം മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ജനപ്രതിനിധികളും ഉണ്ടായിട്ട് പോലും മലബാറിന് വികസനം കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഒരു പുതിയ ജില്ല വന്നുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു വികസനമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് വെച്ചാൽ അത് കേന്ദ്രഭരണ പ്രദേശം ആക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്, ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയൊക്കെ ഉണ്ട്. അവിടെ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല. ഇപ്പം തത്വത്തിൽ പറയുകയാണെങ്കിൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലപ്പുറത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബോർഡറായിട്ട് ഒരു മലപ്പുറത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വയനാടിനും മലപ്പുറത്തിലെ ആൾക്കാർക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരു കോമൺ ഒരു പോയിന്റിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വയനാടിന് പോലും ഒരു മെഡിക്കൽ കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരെ മറിച്ച് ഇത്രയും പൊളിറ്റിക്കൽ പാർട്ടി ഇത്രയും ജനപ്രതിനിധികളും ഉണ്ടായിട്ട് പോലും ഈ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നേരെ മറിച്ച് അവിടെ MES പോലുള്ള സംഘടന വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിംസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് പോലും ഇല്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്ന രീതിയിൽ കേന്ദ്രഭരണ പ്രദേശം ആക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് കേന്ദ്ര സർക്കാരിന് നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കടലുമായി ബന്ധപ്പെട്ട ഏറ്റവും നീണ്ടു നടക്കുന്ന ഒറ്റ സ്ട്രെച്ചിൽ എന്താ പറയേണ്ടത് വലിയ രീതിയിലുള്ള ഒരു കടൽ തീരം ലഭിക്കുന്നത് ഈ ഒരു മലബാർ ഏരിയയിലാണ്. അപ്പോൾ ഭാവിയിൽ വലിയ രീതിയിൽ ഈ കേന്ദ്ര പ്രദേശം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇങ്ങോട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വികസനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് മാസങ്ങൾ മുന്നേ തന്നെ ഒരു കാര്യം ചർച്ചയിൽ വന്നിരുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലുണ്ടല്ലോ അത് ഫുൾ വൈൻഡപ്പ് ചെയ്യുക, എന്നിട്ട് കണ്ണൂർ എയർപോർട്ടിനെ നല്ല രീതിയിൽ വികസിപ്പിച്ചിട്ട് ഈ കോഴിക്കോട് എയർപോർട്ടിനെ ഒരു ഡിഫൻസിൻ്റെ ഡിഫൻസിൻ്റെ അവർക്ക് വന്നും പോകാനുമുള്ള ഒരു കോമൺ പോയിൻ്റ്, ഒരു ആക്സസിബിലിറ്റി പോയിൻ്റായിട്ട് കീപ്പ് ചെയ്യുക. എന്നിട്ട് കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ, അതായത് അവിടെ കോസ്റ്റ് ഗാർഡും അങ്ങനെയുള്ള വലിയ സംവിധാനങ്ങൾ വരുന്നു നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു ഡിഫൻസ് കോറിഡോർ, അതായത് കണ്ണൂർ, കാസർഗോഡ്, ഈ മലപ്പുറം ഇതൊക്കെ ചേർന്നിട്ട് വലിയൊരു ഡിഫൻസ് കോറിഡോർ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട്, അതായത് ഈ എയർപോർട്ടൊക്കെ അതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് ആക്കി വെച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. അത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ എന്നുള്ളൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇപ്പോൾ പൊടുന്നനെ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് VSPയുടെ പേരിൽ ആക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് ഇവർ കൂടെ താല്പര്യങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക്. പക്ഷേ അങ്ങനെയല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സൈഡിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം ഓൾറെഡി നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. മലബാർ കേന്ദ്രഭരണ പ്രദേശമാവട്ടെ, അത് വലിയ രീതിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സുരക്ഷ, അതായത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷ നൽകുന്ന വലിയൊരു ഹോട്ട്സ്പോട്ടായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അങ്ങനെ വരട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.